ഇവിടെ എനിക്കാണല്ലേ സെന്റിമെന്റ്സ് തുടങ്ങാം. മൊബൈലോ? എന്തായത്? മൊബൈൽ ഫോൺ. ഇതാരുടേതാ? എന്റേത്. ഇതെവിടെ നിന്ന് കിട്ടി? ഞാൻ വാങ്ങിച്ചു. ഈ വീട്ടിൽ മൊബൈൽ ഫോൺ വാങ്ങരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്നു മുതൽ എന്റെ സൗകര്യത്തിനുള്ളതൊക്കെ വാങ്ങുമെന്ന് രാവിലെ ഞാനും പറഞ്ഞിരുന്നു. ഞാനത് സമ്മതിക്കില്ല. എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിയത് ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു വകുപ്പ് അനുസരിച്ചും കുറ്റമല്ല. പക്ഷേ ഈ വീട്ടിലെ മോഹനേശ്വര നിയമം അങ്ങനെയല്ല. ഈ വീട്ടിലെ സത്യഭാമയുടെ നിയമം അങ്ങനെയാണ്. മോഹനേട്ടാ, വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. രൂപ 15,000 കൊടുത്ത് വാങ്ങിയതാണ് ഞാൻ ഈ ഫോൺ. ഇന്നു മുതൽ ഇതെന്റെ കയ്യിലുണ്ടാവും, ഊണിലും ഉറക്കത്തിലും. വെറുതെ തർക്കിക്കാൻ വരരുത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായി മൊബൈൽ നൽകാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ച സമയമാണിത്. 1 വർഷം കൂടി കഴിഞ്ഞാൽ മൊബൈൽ സ്വന്തമായിട്ടില്ലാത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ മോഹനേട്ടനായിരിക്കും. ഭാമേ, എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യമാണെന്ന്. പക്ഷേ സത്യം മനസ്സിലാക്കാതെയാണ് നീ ദേഷ്യപ്പെടുന്നത്. ഒരു കൊച്ചുകുട്ടി സിഗരറ്റ് വലിച്ചാൽ നമ്മൾ സമ്മതിക്കോ? അവരെ തല്ലില്ലേ? എന്തുകൊണ്ടാ? തെറ്റുപറ്റാൻ സാധ്യതയുള്ള പ്രായത്തിൽ അവനെ തിരുത്തേണ്ടത് നമ്മളാ. നമ്മൾ ഇവിടെ ആരാ സിഗരറ്റ് വലിച്ചത്? നിന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് സ്നേഹിക്കുന്നത്. നിനക്കൊരു തെറ്റുപറ്റാതിരിക്കാനാ ഞാൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ഒറ്റയ്ക്ക് ചെയ്യുന്നതൊക്കെ. നിനക്കറിയാമോ, ഈ മൊബൈൽ ഫോൺ എന്ന വസ്തു ഭയങ്കര അപകടകാരിയാണ്. അപകടകാരി. അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ കാരണം ക്യാൻസറും ട്യൂമറും വരെ ഉണ്ടാകാറുണ്ട്. ആമേ, നിന്നെ ജീവന് തുല്യമാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കാരണം നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്കത് സഹിക്കാനാവില്ല. നിന്നെ ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ കാണുന്നത്. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മേ, ഏറ്റെന്നാ തോന്നുന്നത് മോഹനേഷിനടുത്ത ആ കളി. ഭാവേ, നീ കൊണ്ടുവന്ന ശമ്പളം ഞാൻ എന്റെ പേരിൽ ബാങ്കിലിട്ട് നീ പറഞ്ഞു. അതെ, അത് സത്യമാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കണം. ബാങ്കിലൊക്കെ ഉള്ള ആളുകൾ എത്ര പേരെയാണ് പറ്റിക്കുന്നത് നിനക്കറിയാമോ? നീ ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ അവർ പറ്റിച്ചാലോ എന്ന് ഞാൻ കരുതി. സത്യത്തിൽ നിന്റെ പണത്തിന് ഞാനൊരു നായയെ പോലെ കാവലിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ ശരിയല്ലേ ഭാമേ? അത്ര ശരിയായിട്ടില്ല. എന്നുവെച്ചാ ഈ മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഫോൺ വിളിക്കാം, മെസ്സേജ് അയക്കാം, പാട്ട് കേൾക്കാം, വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഷൂട്ട് ചെയ്യാം. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിയ എത്ര രൂപയാകും? വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു ക്യാമറ വാങ്ങാൻ എത്ര രൂപയാകും?
അപ്പൊ ഇത് ലാഭമല്ലേ? പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട കാര്യം നമുക്കെന്താ? അതൊക്കെ സിനിമാക്കാരുടെ സീരിയലായിരുന്ന പണിയല്ലേ. ചിലപ്പോ നമുക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവും മോഹനേട്ടാ. ദാ നോക്കി, ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഇതിലുണ്ട്. ദാ നോക്ക് കാണ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ശരിയായില്ല എന്ന്. മോഹനേട്ടന്റെ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞത്. ഉത്തമം പക്ഷെ കൊള്ളാം. മോഹനേട്ട പോരാ. ഈ ഫോൺ ഞാൻ വാങ്ങിയിട്ട് 1 മാസത്തിൽ കൂടുതലായി. സ്വന്തമായിട്ട് മൊബൈൽ ഇല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഹരിസാറ് പറഞ്ഞപ്പോ നിവർത്തിയില്ലാതെ വാങ്ങിയതാണ്. മോഹനേട്ടന് വിഷമാവല്ലോ എന്ന് കരുതി പറഞ്ഞില്ല, ഒളിച്ചു വെച്ചു. പക്ഷേ ഇന്ന് അതുകൊണ്ട് ഗുണമുണ്ടായി. മോഹനേട്ട പോയ പുറകെ ഞാൻ ഉറങ്ങി. വഴി വെച്ച് നിങ്ങളുടെ ചവിട്ട് നാടകത്തിന്റെ റിഹേഴ്സലും കണ്ടു, ഷൂട്ടും ചെയ്തു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നിട്ടില്ലേ? ഇതിനകത്തുള്ള ഈ വീഡിയോ ഒന്ന് മാറ്റിളയാൻ പറ്റുമോ? എന്തിന്? അതവിടെ കിടക്കട്ടെ. എന്റെ മോഹനേട്ടൻ നാളൊരു സംഭവമാണെന്ന് നാട്ടുകാരെ കാണിക്കാലോ. വേണ്ട, നീ ഇത് ആരെയും കൊണ്ട് കാണിച്ച എന്റെ മാനം പോവും. മാനം കളയുന്ന പണി ചെയ്യുന്നത് എന്തിനാ? ഒരു അബദ്ധം പറ്റിപ്പോയതാ. നീ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ വാശിക്ക് ചെയ്തതാ. എങ്ങനെയൊക്കെ പറഞ്ഞതേ? ഞാൻ പറഞ്ഞില്ല എന്തായിരുന്നു തെറ്റ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ പെണ്ണുങ്ങളും, ശമ്പളം കിട്ടുമ്പോ കൈനീട്ടി വാങ്ങാൻ ആണുങ്ങളും. എന്നിട്ട് പെണ്ണിന്റെ ഇഷ്ടത്തിനൊരു സാരി വാങ്ങണമെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ കൈനീട്ടണം. അത് ന്യായമാണോ മോഹനേട്ടാ? ഇനി നിന്റെ ഫീസ് എന്റെ കയ്യിൽ തരണ്ട. നിനക്കിഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചോ. ഫോൺ വാങ്ങിയത് വേറെ വഴിയില്ലാഞ്ഞിട്ടാ മോഹനേട്ടാ. ഒരു ദിവസം എത്ര പേരുടെ കോളാ വരുന്നതെന്ന് അറിയൂ? ഓഫീസിൽ എനിക്ക് മാത്രമേ ഫോണില്ലാത്തുള്ളൂ. അതിന് നാണക്കേട് ചില്ലറയാണോ? മോഹനേട്ട സമ്മതിക്കാത്തതുകൊണ്ടാണ് ഫോൺ മേടിക്കാത്തെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി മോഹനേട്ടനെ കളിയാക്കി. അതെനിക്ക് സഹിക്കുവോ? അല്ലെങ്കിലും നീ ഒരു വക്കീലല്ലേ. വക്കീലിന് ഒരു ഫോണൊക്കെ വേണം. പക്ഷെ ഇതുകൊണ്ട് ഒരുപാടൊന്നും വിളിക്കാൻ നിൽക്കണ്ട. നമ്മുടെ കാശും പോവും, ആരോഗ്യം പോവും. അത് ഞാൻ സൂക്ഷിച്ചോളാം. ശരി, അത്യാവശ്യത്തിന് മാത്രമേ വിളിക്കുള്ളൂ. പിന്നെ കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞത് കാര്യാക്കണ്ട. ഫീസ് കിട്ടുമ്പോ മോഹനേട്ടർ തന്നെ ഏൽപ്പിച്ചോളാം. അത് മോഹനോട് കൈകാര്യം ചെയ്താലേ ശരിയാവുള്ളൂ. അത് വേണ്ട. നീ കഷ്ടപ്പെട്ട് പഠിച്ച വക്കീലായി നീ ബുദ്ധിമുട്ട് കേസ് വായിച്ചു കിട്ടുന്ന പൈസയല്ലേ, അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി. അല്ലെങ്കിലും ഈ വീട്ടില് എന്റെ പൈസ നിന്റെ പൈസ അങ്ങനൊന്നുമില്ലല്ലോ. ഒക്കെ നമ്മുടെ പൈസയല്ലേ. മൊബൈൽ ഫോണുകളുടെ സാധ്യത സന്ദേശങ്ങൾ കൈമാറുന്നതിൽ അവസാനിക്കുന്നില്ല എന്ന് വിവരമുള്ളവർക്കറിയാം. പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന മോഹനകൃഷ്ണനെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കിട്ടിയാലേ പഠിക്കൂ. ഉത്തമന്റെ അഭിനയ ക്ലാസ് കൊണ്ടും രക്ഷപ്പെടാത്ത വില്ലേജ് ഓഫീസർക്ക് ഇനി സത്യഭാമ പറഞ്ഞത് അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. വക്കീല് പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ ആണുങ്ങൾക്കൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് മറ്റൊരു നിസ്സാര കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.